ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ എത്രയുടെ പുതിയൊരു വ്ളോഗ്. വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്താണ് പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്നത് 2-3 അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. മോറോവർ ഇന്ന് ഞാൻ ആറന്മുളയിൽ പോവാം കേട്ടോ. അങ്ങനെ അച്ഛമ്മോനും ഞാനും അമ്മയും കൂടെ ചെങ്ങന്നൂർ അമ്പലത്തിൽ ആദ്യം വന്നത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് നാൾക്ക് ശേഷം ചെങ്ങന്നൂർ അമ്പലത്തിൽ വരുന്നത്. അച്ഛമ്മോൻ പെട്ടെന്ന് തന്നെ ഞങ്ങളെക്കാട്ടി പെട്ടെന്ന് തന്നെ തൊഴുത് വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടെ നടന്ന് വെയിൽ കൊണ്ട് വിശാലമായി തൊഴുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ അമ്പലം ശരിക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫ്രണ്ടിലുള്ള നന്ദികേശൻ്റെ അവിടുത്തെ ഒരു വലിയ സർക്കിൾ പോലത്തെ ഒരു പണിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. പണ്ട് കാലത്തെ അമ്പലമാണെന്ന് തോന്നുന്നു, എനിക്ക് ഒരുപാട് ഹിസ്റ്ററി അറിയില്ല. അങ്ങനെ പിന്നെ ഞാനും അമ്മയും അച്ഛമ്മോനും തൊഴുതിറങ്ങി. പിന്നെ ഞാനും അച്ഛമ്മോനും അമ്മയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളുടെ പ്രധാന സ്ഥലമായ ആറന്മുളയിലെത്തി. ഗണപതി കോവിലിൽ ആദ്യം പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ണാടിക്കടയുടെയൊക്കെ മുമ്പിൽ കൂടെ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് വന്ന് അവിടെ നോക്കിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം വള്ളസദ്യ കഴിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ വിളക്കൊക്കെ ആയിട്ട് ഭയങ്കര പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുത്. എന്നിട്ട് അമ്മയെ ഒരു സൈഡിലാക്കിക്കൊണ്ട് ഞാനും അച്ഛമ്മൂടെ ക്യൂവിലൊക്കെ നിന്ന് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ സമയം കൊണ്ട് വള്ളക്കാർ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സദ്യയ്ക്ക് ഞങ്ങൾ കയറി. 3 പപ്പടമൊക്കെ ഉള്ള സദ്യ ഞാൻ ആദ്യമായിട്ടോ കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ സദ്യയുടെ ഇടയ്ക്ക് ഓരോ പാട്ട് നടക്കുന്നുണ്ട്, ഓരോ കറിക്കുമൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ആറന്മുള വള്ളസദ്യ കഴിക്കുന്നത്. പിന്നെ ഒരുപാട് പ്രാർത്ഥനയും പൂജയും ഒരുപാട് വഴിപാടും ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഈ സദ്യ കഴിക്കുന്ന ടൈമിലും. പിന്നെ പരിപ്പൊക്കെ കൂട്ടി എനിക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റിയില്ല, കാരണം ഇതെല്ലാം കണ്ടിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. എങ്കിലും എനിക്ക് സന്തോഷമായി, കാരണം ഞാൻ ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ കഴിച്ച് കഴിഞ്ഞ് അച്ഛമ്മോനും ഞാനും അമ്മയോടെ കുറച്ച് സമയം റിലാക്സ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഒന്നുകൂടെ കൃഷ്ണനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാനിപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലാണെന്ന്. ലൈഫിലെ എല്ലാ ചെറിയ കാര്യത്തിലും ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ലവ് യു ആൻഡ് ബൈ.